ഹലോ ഫ്രണ്ട്സ്, ഈമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള നല്ല മധുരമുള്ള വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഇലയപ്പമാണ്. ഇലയപ്പം എന്നൊക്കെ നമ്മളിവിടെ പറയും. അപ്പം നമ്മൾ ചക്കയൊക്കെ ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. ഈ ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ ഉരുക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. പിന്നെ ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച ചക്ക ഉണ്ടല്ലോ മിക്സിയിൽ, അത് ഇതിലേക്കിട്ട് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇതേപോലെ നമ്മുടെ ചക്ക വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടി അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗള് അരിപ്പൊടിയും അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഒരു ചെറിയ തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒരേ അളവിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചിലർ റവ ചേർത്തുണ്ടാക്കും, ഗോതമ്പ് പൊടി മാത്രം വെച്ച് ഉണ്ടാക്കും. പക്ഷേ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് വേണ്ട, മധുരം ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പ് ലേശവേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഗോതമ്പ് പൊടി അരിപ്പൊടിയാണല്ലോ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് വരട്ടിയെടുത്ത ചക്ക ഇതിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ചക്കയും നമ്മൾ മിക്സിയിൽ അരച്ച് നേരിട്ട് ഇതിലേക്ക് ചേർക്കാതെ അത് ചെറുതായിട്ടൊന്ന് നെയ്യിൽ വരട്ടിയിട്ട് ചക്കയപ്പം ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് ശർക്കരയൊക്കെ ഒഴിച്ച് കൈയിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചക്കയും എല്ലാം ആയിട്ടൊന്ന് ചേർന്നിട്ടുണ്ട് പൊടി. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒഴിക്കാം. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടല്ലോ. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി അത് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കൈയിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് എളുപ്പം തന്നെ നമുക്കിത് കുഴഞ്ഞ് കിട്ടും. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്പൂണ് മാറ്റിയതിന് ശേഷം കൈയിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. കൈ ഒരല്പം വെള്ളം നനച്ച് ഒന്നുകൂടെ കുഴയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ഇച്ചിരി ഇതെടുത്ത് ഒന്ന് വായി വെച്ച് നോക്കി മധുരമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ശർക്കരയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മധുരവും കൂടി വേണം, അതുകൊണ്ട് ഞാൻ ബാക്കി ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കുഴക്കേണ്ടത്. ഒത്തിരി കട്ടിയായിട്ട് മാവ് കട്ടിക്ക് കുഴച്ച് വെച്ചാൽ നമ്മുടെ ഈ അട നല്ല കട്ടിയായിട്ടിരിക്കും വേവുമ്പം. അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഇച്ചിരി ലൂസായിട്ട് കുഴച്ച് നമ്മൾ ഇലയിൽ പരത്തിയെടുക്കണം. അപ്പോൾ നന്നായിട്ടെല്ലാം കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അന്നേരം തന്നെ പരത്തിയെടുക്കാം. എനിക്ക് കുറച്ച് കഴിഞ്ഞേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് വാഴയിലയിലേക്കെല്ലാം പരത്തി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് നമുക്കിത് പരത്തിയെടുക്കാം. കൈ ഒന്ന് നനച്ചിട്ട് വാഴയിലയിലോ നമ്മുടെ തെരളി ഇലയുണ്ടല്ലോ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്, അങ്ങനെ ആ ഇലയിലോ ഒക്കെ ഇതുണ്ടാക്കിയെടുക്കാം. ഇവിടെ ഒരു 3-4 ഇല, ഇവിടെ ഒരു ചെറിയ മരമുണ്ട്, അതിൽ നിന്ന് 2-3 ഇല വെച്ച് ഞാൻ അത് എടുത്തിട്ടുണ്ട്, അതിലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ 3-4 പ്ലാവലയും എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കയുടെ പ്ലാവല ഉണ്ടല്ലോ, അതിലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പല രീതിയിലൊക്കെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്.
അപ്പം വളരെ ടേസ്റ്റാണ് ഈ ചക്കയുടെ കഴിക്കാനായിട്ട്. ഞാൻ എടുത്തതുപോലെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും തുല്യ അളവിലെടുത്ത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ട് കുഴച്ച് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചക്കയ്ക്ക് നല്ല പഴുത്ത മധുരമുള്ള വരിക്കച്ചക്ക വെച്ചാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ കൂഴച്ചക്ക എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഉരച്ചൊരച്ച് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ കൂഴച്ചക്ക വെച്ച് ഉണ്ടാക്കാൻ. കൂഴച്ചക്കയ്ക്ക് നല്ല രുചിയാണ് ഇലയുടെ ഉണ്ടാക്കാനായിട്ട്. വരിക്കച്ചക്ക എപ്പോഴും നമ്മൾ ഒരല്പം നെയ്യിലൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഉണ്ടാക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ഇലയപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ 2-3 കുമ്പളപ്പവും പ്ലാവിലയിലും ഒക്കെ ഉണ്ടാക്കി, വാഴയിലയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഷേപ്പുകളിൽ. ഇനി അതെല്ലാം നമുക്കൊരു അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് ഞാൻ ചൂടാകാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ പരത്തിയെടുത്ത അടയെല്ലാം ഇതിലേക്ക് വെക്കാം. ഇതൊരു 8 മിനിറ്റൊക്കെ മതി. നമ്മുടെ ഈ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് നേരം വെച്ചൊന്നും വേവിക്കണ്ട. വെള്ളം നന്നായി ചൂടായി കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ അപ്പച്ചെമ്പിന് ഒരു അരപ്പാത്രം താഴെയാണ് ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം വേണ്ട. വെള്ളം തിളച്ച് മേളോട്ട് കയറരുത്. ആ ഒരു പരുവത്തിൽ നമ്മൾ പാത്രത്തിൽ വെള്ളം എടുക്കണം. ഇനി നമുക്കെല്ലാം ഇതിലേക്ക് വെച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാൻ. കണ്ടില്ലേ, അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാം ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അപ്പം എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മളത് തുറന്ന് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആവി വെള്ളം അതിലോട്ട് വീഴാതെ നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ അടുപ്പ് തുറന്ന് മാറ്റി വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക കൊണ്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.